ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിൽ ലോക അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത്. ഈ ഒരു ചൊവ്വാഴ്ച 34-ാം ദിനത്തിലെ ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ലോക ചക്രവർത്തിയായി ബോക്സ് ഓഫീസിനെ ഇളക്കി ഭരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എവിടെയെങ്കിലും ഒരു അവധി ദിനമുണ്ടെങ്കിൽ അത് 1 കോടിക്ക് മുകളിൽ 1.5 കോടി ആ റേഞ്ചിലാണ് സിനിമയുടെ പോക്ക്. ഇന്ന് ചൊവ്വാഴ്ച നമുക്കറിയാം പൂജവെപ്പൊക്കെയായി. അപ്പോൾ ഒരു അവധി ദിനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയുടെ ആ ഒരു കൊലത്തൂക്ക് ഏത് റേഞ്ചിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ 90 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ മാത്രം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. 977 ഷോകളിൽ നിന്ന് 56,919 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ വന്നിരിക്കുന്നത് 22.79% ഒക്യുപ്പൻസിയാണ്. സിനിമയുടെ ഗ്രോസായി വന്നിരിക്കുന്നത് 87.67 ലക്ഷം രൂപ, അതായത് 87,67,000 രൂപ. ഈ ഒരു നിമിഷം അത് 90,000 കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയാണ്. ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് അപ്പോൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് സിനിമയ്ക്ക് 1,30,00,000 രൂപ കൃത്യമായിട്ട് ഉച്ചവരെയുള്ള സമയങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും മണിക്കൂറുകൾ ബാക്കി കിടക്കുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച വന്നതും മികച്ച കളക്ഷൻ തന്നെയായിരുന്നു. 40,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 63,87,000 രൂപയാണ് ഫൈനലായി സിനിമയുടേതായി വന്നത്. അന്നേരം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം 85 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ളത്. ഇത് ഒരു 33-34 ദിനങ്ങളിലെ ഒരു സിനിമയുടെ കളക്ഷനാണ്. ആദ്യ വാരമോ രണ്ടാം വാരമോ അല്ല എന്നുള്ളത്. സൂപ്പർ താരങ്ങൾ കുത്തി നിറച്ച സിനിമയുമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ക്വാളിറ്റി കൊണ്ട് മാത്രം സൂപ്പർ താരമായ ചിത്രമെന്ന് തന്നെ പറയാം. അഭിനയിച്ചിരിക്കുന്നവരും അണിയറ പ്രവർത്തകരും എല്ലാവരും ഇതിനകത്തിൽ മികവുറ്റവർ തന്നെയാണ്. അത്ര ക്വാളിറ്റിയിലാണ് അവരത് എത്തിച്ചിരിക്കുന്നതും. എന്താണെങ്കിലും ഇന്ന് ഈ ഒരു സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്കിങ്ങിൽ 56,000 ടിക്കറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞായറാഴ്ചത്തിന് മുകളിലുള്ള ഒരു കളക്ഷനാണ്. ഞായറാഴ്ച വന്നിരുന്നത് 1,49,50,000, അതായത് സിനിമ 1,85,00,000 രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വന്നത്. 93,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇന്ന് നമ്മൾ 1,00,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം തിരക്കാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ആ ഒരു ലേബലിലേക്ക് പോകാൻ ട്രാക്കിങ്ങിലൂടെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ എത്തിയിരിക്കുന്നത് 104.71 കോടി, അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 105 കോടി 105 കോടി 30 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ട്രാക്കിങ്ങിലൂടെ വരുമെന്നുള്ളതാണ്. അവിടെ ആണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ഇരിക്കുന്നത്. തുടരുമെന്ന ചിത്രത്തിന് 107.19 കോടിയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം ഏകദേശം 2.25 കോടി അല്ലെങ്കിൽ 2.5 കോടിക്ക് അടുത്ത് മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള ദൂരം. എന്തായാലും ഇവിടെ മലയാളത്തിൽ മാത്രമല്ല, ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാം തന്നെ കുറച്ച് തിയേറ്ററുകളുള്ളെങ്കിൽ പോലും അവിടെ മികച്ച രീതിയിൽ തന്നെ സിനിമ കുതിച്ചുയരുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ്. തമിഴിൽ സ്റ്റഡിയായിട്ട് തന്നെ പോകുന്നു. ഇന്നലെയും 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തന്നെ പോകുന്നു. ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത് 1 കോടിയോളം വന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് 24 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. കർണാടകത്തിൽ 15 കോടിയും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലും 14 കോടിക്ക് മുകളിലും നോർത്ത് സർക്കിളിൽ നിന്ന് 8 കോടിയിലേക്കും സിനിമ എത്തുമ്പോൾ സർവ്വകാല റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു ചോദ്യം, നിങ്ങൾ എന്നായിരിക്കും ഈ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ 300 കോടി ക്ലബ്ബിൽ കയറുന്നത്? ഇന്ന് ഒഫീഷ്യലായിട്ട് തന്നെ സിനിമ 290 കോടി കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പല ട്രാക്കേഴ്സും പിടിച്ചു വെക്കുന്ന കണക്കുകൾക്ക് മുകളിൽ കളക്ഷൻ വരുന്നു ഈ സിനിമയ്ക്ക്. അവർ എത്രയും കുറയ്ക്കുന്നു, ജനങ്ങൾ ഇടിച്ചു കയറുന്നു. പക്ഷേ ട്രാക്കേഴ്സിനോട് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, എല്ലാ സിനിമകളെയും ഒരേപോലെ തന്നെ കാണുക. ഏതെങ്കിലും ഒരു താരത്തിനോട് ഇഷ്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം, അത് നമ്മളുടെ മനസ്സിലാണ്. പക്ഷേ പബ്ലിക്കായിട്ട് ഒരു കാര്യം, ഒരു കണക്കുകൾ പറയുമ്പോൾ അത് ഇഷ്ടത്തിൻ്റെ ബേസിൽ പറഞ്ഞോളൂ, പക്ഷേ അതിനെ കുറയ്ക്കുന്ന ലെവലിലേക്ക് വരരുത് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രമുഖ ട്രാക്കേഴ്സിനോട് തന്നെയാണ് ഉള്ള ഒരു അഭ്യർത്ഥനയാണ്. എന്തായാലും അടിച്ച് കയറി കൊലത്തൂക്കുമായിട്ടാണ് സിനിമ ഇന്ന് ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാടുന്നത്. ഇന്ന് സിനിമ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസോടെ പറയാം. 5ഉം 6ഉം വട്ടം കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻസോടെ പറയാം. ഒപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു നന്ദിയും, ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന ചില വീഡിയോസിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒപ്പം നിന്നതിനും വളരെ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഗ്രേറ്റ് മീഡിയാസ്.